നമസ്കാരം. നരിവേട്ട കണ്ട് ടൊവിനോ തോമസിൻ്റെ വ്യത്യസ്തമായൊരു സ്റ്റാറ്റ്യൂട്ടറി വാർണിങ്ങിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. സാധാരണ പറയുന്ന കണ്ടന്റ് തന്നെയാണ്, പക്ഷേ ടൊവിനോ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി രീതിയിലാണ്. അത് കേൾക്കാൻ തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോലും ഇതിൻ്റെ ആളുകൾ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം സിനിമയിലേക്ക് കടക്കുന്ന സമയത്ത് സാധാരണ ഒരുപാട് കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ടിൻ്റെ ചെറിയൊരു സംഭവം ചെറുതായിട്ടൊന്ന് ആദ്യം കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന നോർമൽ രീതിയിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെ ഈ ജോലിയും കൂലിയില്ലാത്തൊരു നായകൻ, അപ്പോൾ നായകന് പ്രണയമുണ്ട്, പ്രണയം പക്ഷേ വീട്ടിലത്തെ ആളുകൾ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ള കഥപറച്ചിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെടാത്ത ജോലി തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ആ ജോലിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ തന്നെ ഈ സിനിമ മുന്നോട്ട് പോകുന്നു. ടൊവിനോയുടെ ടോട്ടൽ ക്യാരക്ടറൈസേഷൻ എല്ലാം തന്നെ എനിക്ക് 2018 എന്ന സിനിമയിൽ അദ്ദേഹം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ഒരുപാട് സാമ്യം തോന്നിയിട്ടുണ്ട്. ക്യാരക്ടറിൻ്റെ തുടക്കവും ബിഗിനിങ്ങും കാണിക്കുന്ന ഏതാണ്ടൊക്കെ അതുപോലൊക്കെ തന്നെയാണ്. അനുരാജ് മനോഹറാണ് ഡയറക്ടർ, എബിൻ ജോസഫ് റൈറ്റർ. അപ്പോൾ ഇവരുടെ ഒരു വർക്ക് ഇവർ നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിനകത്ത് എവിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് ആ ട്രൈബൽ ഏരിയാസിൻ്റെ കാണിക്കുന്ന സമയത്ത് അത് നമ്മളിലേക്ക് കണക്റ്റ് ആകുന്നുണ്ട്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ സംസാരിക്കുന്ന ഭാഷയായിക്കോട്ടെ, അതെല്ലാം തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്തിട്ടാണ് അത് എടുത്തിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്നുള്ളത് ഇതിൻ്റെ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ട്രൈബൽസും പോലീസും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരുപാട് എഴഞ്ഞു നീങ്ങുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അവിടെ ഇവിടെയൊക്കെ തൊട്ടും തലോടിയും കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. പ്രത്യേകിച്ച് ഈ കഥ നടക്കുന്ന 2003 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ വണ്ടികളും വസ്ത്രധാരണ രീതിയെല്ലാം കാണിക്കുന്നതിൽ, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ്, അതെല്ലാം ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടൊവിനോയെ കൂടാതെ അതിനകത്ത് സുരാജ് വെഞ്ഞാറമ്പൂടുണ്ട്. സുരാജ് വെഞ്ഞാറമ്പൂട് അങ്ങനെ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഉള്ള ക്യാരക്ടറൊന്നുമല്ല, എങ്കിലും ഉള്ളത് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കാതൽ ദ കോർ എന്ന സിനിമയ്ക്കകത്ത് മറ്റേ ഗേ ആയിട്ട് അഭിനയിച്ച പുള്ളിക്കാരുണ്ടല്ലോ, അദ്ദേഹം ഇതിനകത്ത് കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഡ്രാഗിങ് ആയിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഞാൻ കഥ പറയുന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ് ഈ ട്രൈബലും പോലീസും തമ്മിലുള്ള ഈ യഥാർത്ഥ ഒരു കോൺഫ്ലിക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വരുന്ന നായകൻ, അതിലൂടെ ഉണ്ടാകുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസ്, അതാണ് ഈ നായകനുള്ളിൽ പിന്നെ കഥ പറഞ്ഞു പോകുന്നത്. അവിടെ ജേക്സ് ബിജോയ്ക്ക് കൊടുത്തിരിക്കുന്ന ബീജം എല്ലാം തന്നെ ഗംഭീരമായിരുന്നു. അതുപോലെ ഈ ട്രൈബൽ വിഭാഗത്തിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ ഇപ്പോൾ കുട്ടി ഉൾപ്പെടെ അവരുടെ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ സിനിമ കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നത് ഈ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി മുതൽ ക്ലൈമാക്സ് വരെയുള്ള പോർഷനിലാണ്. അവിടെ ഇപ്പോൾ കഥ പറയുന്നത് അപ്പോഴും സ്ലോ ആയിട്ട് തന്നെയാണ്, പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങളിലൂടെ സിനിമ കൂടുതൽ കണക്റ്റ് ആവുന്നുണ്ട്. ഇത് ഒരിക്കലും ഒരു മോശം സിനിമയല്ല, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ പേഴ്സണലി ഇത് രണ്ടാമത് കാണുന്നതിൽ നിന്ന് പിന്നോട്ട് വിളിക്കുന്നത് ഈ സിനിമയുടെ ഈ സ്ലോ ആയിട്ടുള്ള കഥ പറച്ചിൽ തന്നെയാണ്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ.